നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ RCBക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് LSG. നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ സംഭവിച്ചിരിക്കുകയാണ്. ബ്രോയ്ക്ക് ചെറിയ നിരാശയൊക്കെ ഉണ്ടാവും എന്തായാലും. പക്ഷേ പോയിന്റ് ടേബിളിന്റെ ആരോഗ്യസ്ഥിതിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ബൈസൺ, നമ്മുടെ മിച്ചൽ മാഷിന്റെ അന്യമായിട്ടുള്ളൊരു ഇന്നിങ്സ് ആണ്, അന്യമായിട്ടുള്ളൊരു ഇന്നിങ്സ്. അതുപോലെ പ്രിൻസ് യാദവിന്റെ എക്സ്ട്രാ ഓർഡിനറി ബോളിങ് ഒക്കെ കൂടി മൊത്തത്തിൽ ഒരു പന്തിന്റെ ഒരു ചെറിയ ക്യാമിയോ ഒക്കെ കൂടിയിട്ട് LSG തകർത്തു. അതെ, എങ്ങനെ ഉണ്ടായത് കളി? പണിഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് പണിഞ്ഞു. എട്ടിന്റെ അത് തന്നെയാണ്. കളി ജയിച്ചു. അവർ കളി ജയിച്ചു, വെൽ ഡൺ. പക്ഷേ RCBയെ സംബന്ധിച്ച് കളി തോക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ഇങ്ങനെ ഇത്രയും ടാക്ടിക്കലായിട്ട് വീക്കായിട്ട് RCB ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് ഭയങ്കര അലാമിംഗ് ആയിട്ട് തോന്നുന്നു. ലൈക്ക് ടു മെനി മിസ്റ്റേക്സ് ഫ്രം സിംഗിൾ സൈഡ് എന്ന് ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മൾ പ്രിവ്യൂവിൽ നേരത്തെ പറഞ്ഞതാണ്. ഓപ്പണിങ്ങും ഫിനിഷിങ്ങും തമ്മിൽ മിഡിൽ ഓർഡർ എന്ന് പറയുന്ന RCBയുടെ ഭയങ്കര തിന്നായി കൊണ്ടിരിക്കുകയാണ്. അതായത് ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനിഷേഴ്സിൻ്റെ കയ്യിലോട്ടങ്ങ് കളി പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ന് ബോളിങ്ങിലും ഒരുപാട് ടാക്ടിക്കലി ഭയങ്കര മിസ്റ്റേക്സാണ് RCBയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേ കൂട്ടന്നെ എടുത്തു പറയേണ്ടതാണ്, അപ്പുറത്ത് മിച്ചൽ മാഷ് എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് ബാറ്റ്സ്മാൻ്റെ ഒരു ബ്ലിസ്റ്ററിങ് പെർഫോമൻസ്. അന്യായം 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 എന്ന് പറഞ്ഞാൽ അടിച്ച അടിയൊക്കെ റേഞ്ച് അടി, പുള്ളിയുടെ ആ സൈസൊക്കെ വെച്ച് അടിക്കുന്ന അടി, ആ ഫുള്ള് ബാറ്റ് സ്വിങ്ങിൽ അടിക്കുന്ന ആ ഹേസൽവുഡിനൊക്കെ അടിച്ച അടി അന്യായമായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് കളി സത്യം പറഞ്ഞാൽ പുള്ളി ഒറ്റയ്ക്കാണ്. അപ്പുറത്തൊരു ഒരു പുള്ളിക്കാരൻ അർഷിൻ കുൽക്കർണി എന്ന് പറഞ്ഞൊരു ആളെ LSG ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇറക്കി വിട്ടിട്ട്, സത്യം പറഞ്ഞാൽ മിച്ചൽ മാർഷ് ഇമ്മാരി അടി അടിച്ചില്ലായിരുന്നെങ്കിൽ സ്കോർ കയറത്തില്ല. പുള്ളി 24 ബോളിൽ 17 റൺസ് അടിച്ചിട്ട് ഔട്ടായി പോയി. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞതാണ്, LSG എന്ന് പറഞ്ഞ ടീം ഇതുവരെ ഒരു ടോപ്പ് 4 സെറ്റിൽ ആയിട്ടില്ല. ഇതിപ്പോൾ 5ാമത്തെ ഓപ്പണിംഗ് കോമ്പിനേഷനാണ് LSG ട്രൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് മുംബൈ. ഈ 5ാമത്തെ ഓപ്പണിംഗ് കോമ്പിനേഷൻ കണ്ടെത്തിയിട്ട് പോലും അവർക്കൊരു ടോപ്പ് ഓർഡർ ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ, അവരെ സംബന്ധിച്ച് ആശയം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത് ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല, വലിയൊരു പരിധി വരെ ഈ പറഞ്ഞോട്ട് മിച്ചൽ മാഷിൻ്റെ ഇന്നിങ്സ് കൊണ്ട് ഇന്ന് കവറപ്പായി പോയി. അതേകൂട്ട് തന്നെ പുറകെ വന്ന നിക്കോളസ് പൂരനാണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ലൊരു ഇന്നിങ്സ് തന്നെ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായി. 165 സ്ട്രൈക്ക് റേറ്റ് എന്നുള്ള രീതിയിൽ 38 റണ്ണ് പുള്ളി അടിച്ചു. അതിനോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് പന്തിൻ്റെ കമ്മിയോ. ലൈക്ക് എന്തുകൊണ്ട് പന്ത് ഒരു ഫിനിഷറായിട്ട് വരണം? ഞാൻ ഇന്നലെ 11 പറഞ്ഞപ്പോഴേ പന്തിനെ മിഡിൽ ഓർഡർ കഴിഞ്ഞ ഒരു ഫിനിഷർ എന്നുള്ള റോളിൽ തന്നെ സംസാരിച്ചു. എന്തുകൊണ്ട് പന്ത് ഒരു ഫിനിഷറായിട്ട് വരണം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. പുള്ളി അവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ റേഞ്ച് ഹിറ്റിങ്ങും ആ ഷോട്ട്സും അത് അവിടെ ഫിക്സ് ആവത്തുള്ളൂ. അത് ഒരു ടോപ്പ് ഓർഡറായിട്ട് ഒരു ഓപ്പണിംഗ് ബാറ്റ്മാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് ഫിക്സ് ആവത്തില്ല. അപ്പം അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അതായത് ഇപ്പൊ ഡെത്ത് ബോളേഴ്സ് എറിയുന്ന വൈഡ് യോർക്കേഴ്സ് പോലുള്ള ഔട്ട് ഓഫ് ദി ബോക്സ് ബോൾസിനെ കൗണ്ടർ ചെയ്യാനുള്ള സാധനം പുള്ളിയുടെ കയ്യിലുണ്ട്. ഇന്ന് അത് കൃത്യമായിട്ട് കണ്ടു. വൈഡ് യോർക്കേഴ്സിനൊക്കെ പുള്ളിയുടെ അൺഓർത്തഡോക്സ് ആയിട്ട് ഷോട്ട്സ് ഒക്കെ വെച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും. ഇന്ന് അത് കൃത്യമായിട്ട് 10 ബോളിൽ 32 എന്ന് പറയുമ്പോൾ 320 സ്ട്രൈക്ക് റേറ്റ്. പെർഫെക്റ്റ് ആയിട്ട് പന്തിന് പറ്റുന്ന ഒരു പൊസിഷനാണിത്. സത്യം പറഞ്ഞാൽ പന്ത് ഇന്ത്യൻ ടീമിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് എന്തോ ടോപ്പ് ഓർഡറിൽ കളിക്കണമെന്നുള്ളൊരു ആശയത്തിന്റെ പേരിൽ സ്വയം കുഴി തോണ്ടുകയും അതുപോലെ സ്വന്തം ടീമിനെ കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തതെന്നാണ് ഈ സീസണിൽ പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് കളി ഓപ്പൺ ചെയ്തപ്പോഴേ തീർച്ചയായിട്ടും, കാരണം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ വിക്കറ്റ് കീപ്പർമാർ ടോപ്പ് ഓപ്പണിങ്ങിലാണല്ലോ വേണ്ടത്. അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തേക്കാന്ന് പന്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു ആദ്യം ഓപ്പൺ ചെയ്ത്, പിന്നെ അത് ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്പർ 3ലേക്ക് വന്നു. പിന്നെ ഇവരെല്ലാം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പോഴും ഇന്നും മാർക്കത്തിന് മുമ്പാണ് പുള്ളി വരുന്നത്. മാർക്കത്തിന് താഴെ ഇറക്കിയിട്ട് ഒരാളെ എന്നും ഒരു ബലിയാട് ഉണ്ടാവും. ഇന്ന് മാർക്കം ബലിയാടായിരുന്നു, പന്തിന് താഴെയാണ് വന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത്, ആ പയ്യന് പകരം ആ കുൽക്കർണിക്ക് പകരം മാർക്കമായിരുന്നു 24 ബോൾ ഫേസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ടോട്ടൽ കുഡ് ഹാവ് ബീൻ ഈസിലി സംവെയർ അറൗണ്ട് 240 250. പക്ഷേ മാർക്രം ഈ പറഞ്ഞൊരു 70 സ്ട്രൈക്ക് റേറ്റിൽ നിന്നും കളിക്കുന്ന ആളല്ല. മാർക്കർ ഒരു 140 150 മിനിമം കളിച്ചാൽ പോലും ആ 4 ഓവർ 40 എന്നുള്ള രീതിയിലായേനെ. അതായത് ഡിഫറൻസ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് 15 റൺസ്. അതോടെ വന്നായിരുന്നെങ്കിൽ ഒരു 30+ സുഖമായിട്ട് അവർ എത്തിയനായിരുന്നു. അതെന്തുവായാലും RCBയെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി. ഇന്ന് പൂരണം നന്നായിട്ട് കളിച്ചു. ഇവരുടെ ബാറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞത് ഒരു ലോ സ്കോറിങ് അല്ലെങ്കിൽ ഒരു 180 ഒക്കെ ആയിരിക്കും ഒരു പാർ സ്കോർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്ന് സ്ലൈറ്റ്ലി ഹൈ ആയിട്ടാണ് ഫസ്റ്റ് 19 ഓവർ ഉണ്ടായിരുന്നിട്ട് പോലും സ്ലൈറ്റ്ലി ഹൈ ആയിട്ട് സ്കോർ പോയി. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളായിട്ട് ഉണ്ടോ? ഇല്ലില്ല, പൂരൻ ഇന്ന് ആ ഒരു സെഗ്മെന്റിൽ, കാരണം ടോട്ടലി അൺസർട്ടൻ ആയിരുന്നു പൂരൻ കളിക്കാൻ വന്നപ്പോൾ തന്നെ. ടോട്ടലി മഴ പെയ്യുന്നു, ഒരു 3-4 തവണ കളി ഇൻട്രപ്റ്റ് ആവുന്നു, തിരിച്ചൊരു റിതം കണ്ടെത്താൻ പറ്റുന്നില്ല.
അത് പൂർണ്ണയെ സംബന്ധിച്ച് കൂടുതൽ വറി ചെയ്യിക്കേണ്ട കാര്യമൊന്നുമല്ല. പൂർണ്ണൻ എന്ന് പറയുന്നൊരു കാര്യം വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ച് വന്നിരിക്കുകയാണ്. ഇന്ന് പോലും ആ ഒരു ടെക്നിക്കൽ വീക്ക്നെസ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പൂറിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മള് പ്രിവ്യൂല് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ടോട്ടൽ നമ്മുടെ ടീം ഇവിടെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഒരു 180 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കുറച്ചും സ്ലൈറ്റ്ലി ഒരു ഹൈ സ്കോറിങ് 200 മേളിൽ പോയി. അത് പിച്ചിന്റെ കണ്ടീഷൻ ഹെൽപ്പ് ചെയ്ത് മഴയൊക്കെ പെയ്തത് കൊണ്ടാണോ എന്തായിരിക്കും ആ അതിന്റെ ഇന്ന് റീസൺ? അത് പ്രിവ്യൂവിൽ, അതായത് ടോസ് നേടിയപ്പോൾ തന്നെ ക്യാപ്റ്റൻസിമാർ പറഞ്ഞിരുന്നു, ഇന്ന് ഇച്ചിരൂടെ സ്ലൈറ്റ്ലി ബെറ്റർ വിക്കറ്റ് ആണ്. ഇതേ വിക്കറ്റ് തന്നെയാണ് KKR ആയിട്ട് കളിച്ചത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ന് മഴ പെയ്തു എന്നുള്ളത് കൊണ്ടും ടോട്ടൽ ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ് ഒരു പിച്ചിൻ്റെ ഒരു നേച്ചറിനെ സംബന്ധിച്ച്. അതും ഒരുപാട് അനുകൂലമായതുമാണ് ഇന്ന് നടന്നത്. കറക്റ്റ് ആ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ RCBയുടെ ഫസ്റ്റ് 6 ഓവേഴ്സിൽ ബോളിൻ്റെ മൂവ്മെൻറ്റും നേരെ മറിച്ച് ഇവരെറിയാൻ വന്നപ്പം LSC എറിയാൻ വന്നപ്പം ഉള്ള ഫസ്റ്റ് 6 ഓവേഴ്സ് ബോളിൻ്റെ മൂവ്മെൻറ്റും തമ്മിൽ കണ്ടല്ലറിയാം. എങ്ങനെയാണ് രണ്ടും ഒരേ പിച്ചിൽ തന്നെയാണ് കളിച്ചത്, രണ്ടും ഈക്വലി പൊട്ടൻഷ്യലിൻ്റെ കളിക്കാരാണ്. പക്ഷേ ആ ബോള് മൂവ്മെൻറ്റിൻ്റെ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വെതർ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. RCBയുടെ ബോളിംഗ് സംബന്ധിച്ച് വളരെ പൂറാണ്. ഇന്ന് ക്യാപ്റ്റൻസിയും ഭയങ്കര മോശമായിരുന്നു. രണ്ടാമത്തെ കളിയും അടുപ്പിച്ച് രണ്ടാമത്തെ കളിയും ഹേസൽവുഡ് എക്സ്പെൻസീവായി 4 ഓവറിൽ 49 റൺ എന്നുള്ള രീതിയിൽ എത്തിയ ഒരു വിക്കറ്റ് എടുത്തെങ്കിൽ പോലും കൃണാൽ പാണ്ഡ്യയും കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ എറിഞ്ഞു. 4 ഓവറിൽ 31 എന്നുള്ള രീതി കണ്ടെയ്ൻ ചെയ്തു. റസിക്ദാറും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ പുള്ളി 53 റൺ എന്നുള്ള രീതിയിൽ കൺസീഡ് ചെയ്യുന്നുണ്ടായി. പക്ഷേ എന്നാലും മിഡിൽ ഓവറിൽ പുള്ളി അത്യാവശ്യമായിട്ട് എറിഞ്ഞു. ഡെപ്തിൽ പിന്നെ അടി മേടിച്ചതാണ്. എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല എന്തിനാണ് ശ്രേയസ് അയ്യർ റൊമാരിയോ ഷെപ്പേർഡിനെ കൊണ്ട് എറിയിക്കുന്നതെന്ന്. കാരണം പുള്ളി എറിഞ്ഞിട്ടുള്ള കളികളെല്ലാം മിനിമം 20 റൺസ് ആൻഡ് ഓവറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് മിനിമം. എപ്പോൾ എറിഞ്ഞാലും പിന്നെയും പിന്നെ എന്തുകൊണ്ട് എറിയുന്നു. സേന എക്സാമ്പിൾ ഇന്നത്തെ കളി 19 ഓവർ ആയതുകൊണ്ട് 20 ഓവർ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഓവറും റൊമാരിയോ ഷെപ്പേർഡ് എറിയേണ്ടത്, അതിലും +20 ആയതിന്. അറിയേണ്ടി വന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള സുരേഷ് ഒരുപാട് ശർമ്മ ബ്ലണ്ടർ. 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അതാണ് അത്. അവിടെ ഈ പൂർണ്ണനും ഋഷഭ് പന്തും കൂടെ കളിക്കുന്നതുകൊണ്ടായിരിക്കും. എങ്കിൽ പോലും സുരേഷ് ശർമ്മ ഇത്രയും നന്നായിട്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെയൊക്കെ നന്നായിട്ട് എറിയുന്ന ഞാൻ ഇപ്പോൾ നമ്മൾ ഈ സീസണിലും കഴിഞ്ഞ സീസണിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു ധൈര്യം ക്യാപ്റ്റൻ ഇല്ലാത്തതുകൊണ്ടാണ്. പട്ടീദർ കുറച്ചും കൂടെ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ ഗില്ലോ ഇന്നത്തെ അല്ലെങ്കിൽ പന്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിച്ച് ബോളേഴ്സിന് കൊടുക്കാത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പട്ടീദർ കുറച്ചും കൂടെ ബ്രേവ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ആ ബ്രേവ്നെസ് കാണിച്ചില്ല. ഇന്ന് ടാക്ടിക്കലിയും അതേകൂട്ട് തന്നെ അവർ പ്രിഫർ ചെയ്ത ഒരു ലെങ്തും അവർ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചോ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ലെന്നല്ല, അതല്ല അവർ എക്സിക്യൂട്ട് ചെയ്തത്. എക്സിക്യൂഷൻ സൈഡിൽ തന്നെ ഒരുപാട് പാളിച്ചകൾ പറ്റി. പിന്നെ ഈ പറഞ്ഞിട്ട് ഒരു ബാറ്റ്സ്മാൻ 230 240 സ്ട്രൈക്ക് റേറ്റിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഏത് ബോളും എങ്ങനെ വേണമെങ്കിലും കൗണ്ടർ അറ്റാക്ക് വരാമെന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അതിനെ ഈ പറഞ്ഞിട്ട് സ്പിന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കി, പേസ് ഓഫ് എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കി, പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ഈ പറഞ്ഞിട്ട് മാഷ് ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ ഒരു കാർബൺ കോപ്പിയാണ് ഇന്ന് നടന്നത്. പക്ഷേ ടാക്ടിക്കലി ഇത്ര ബ്ലണ്ടർ ഡിസിഷൻസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഞാൻ വളരെ പ്രതീക്ഷിച്ചതാണ് ബെത്തൽ പ്ലേയിങ് ഇലവനിൽ കളിക്കും എന്നുള്ള കാര്യം. പക്ഷേ ബെത്തലിന് ഷോൾഡർ ഇഞ്ചറി ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ബോൾ ചെയ്യാൻ വേണ്ടി ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ബെത്തൽ ബോൾ ചെയ്യാത്തത്. അതേപോലെ തന്നെ ഫിലിപ്പ് സോൾട്ടും അടുത്ത കളികളൊന്നും അവൈലബിൾ അല്ല. പുള്ളി ഇനിയും പ്ലേ ഓഫിലോ അല്ലെങ്കിൽ ലാസ്റ്റ് കളിയോ മാത്രമേ ഫ്രാക്ചർ റെഡി ആയാൽ തിരിച്ചു വരികയുള്ളൂ. അതും RCBയെ സംബന്ധിച്ച് 2 ചലഞ്ച് ഉണ്ട് അപ്പ് ഫ്രണ്ട്. പിന്നെ ഈ ടീമുമായിട്ട് അവിടെ ഒരു റീസൺ, അവിടെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം. അതായത് ഓപ്പണിംഗിൽ RCBയെ സംബന്ധിച്ച് വിരാട് കോഹ്ലി സ്ലോ ആണെന്ന് ഞാൻ പറയത്തില്ല. വിരാട് കോഹ്ലി കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സ്ട്രൈക്ക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ വരുന്നത്. എങ്കിലും ചില ഫേസസിൽ സ്ലോ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്തിരുന്നത് നമ്മളിപ്പോൾ LSGയുടെ ബാറ്റിംഗിൽ ഇന്ന് നമ്മുടെ മിച്ചൽ മാഷ് ചെയ്ത പോലെ അതിനെ ഓവർകം ചെയ്തിരുന്നത് ഈ ഫിൽ സോൾട്ടിന്റെ അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് കൊണ്ടാണ്. ഇവിടെ ബെത്തൽ പെർഫോം ചെയ്യാതിരിക്കുകയും വിരാട് കോഹ്ലി ഈ ടോപ്പ് ഓർഡർ അപ്പോഴത്തെ ആ ഒരു ഓപ്പണിംഗ് അവിടെ നിന്ന് വരുന്ന അടി RCBയുടെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു. ആ ഫസ്റ്റ് സോൾട്ടും വിരാട് കോഹ്ലിയോട് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വെറിയിക്കുന്ന ഒരു കാര്യമാണ് RCBയെ സംബന്ധിച്ച്. അതിലും പ്രധാനപ്പെട്ട കാര്യം 9 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വിരാട് കോഹ്ലി ഒരു ചേസിങ് സിറ്റുവേഷനിൽ ഫസ്റ്റ് ബോളിൽ IPL ഔട്ടാവുന്നത്, ഡക്കാവുന്നത്. 9 വർഷത്തിന് ശേഷം ആ ബോൾ എടുത്ത് പറയണം. ബ്രോ പറഞ്ഞ വളരെ ശരിയാണ്. ഫിലിപ്പ് സോൾട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാർട്ട് ബത്തലിനെ കൊണ്ട് പറ്റുന്നതേ ഇല്ല. ബത്തലിനെ കൊണ്ട് അതിൻ്റെ 7 എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ ഡിസപ്പോയിൻറ്റിങ്. ഇപ്പോൾ 3 ചാൻസസ് കിട്ടി, 3ഉം ബത്തൽ ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അത് സ്ലൈറ്റ്ലി താഴോട്ടുള്ള ബാറ്റിംഗ് ഓർഡറിലും പ്രഷർ ആവുന്നുണ്ട്. ഈ പല ബാറ്റ്സ്മാൻമാരെ നേരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടായിട്ട് രീതിയിൽ വരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അവർ പ്യുവർലി ആ പവർ പിച്ച് കണ്ടീഷൻസ് അവർക്ക് ഭയങ്കര ഫേവർ ആയിരുന്നു.
ആ ആദ്യത്തെ 6 ഓവർ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ബാംഗ്ലൂർ ഡിഫെൻസീവായി എന്ന് നമുക്ക് അവിടെ തന്നെ കാണാം. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞതാണ് എന്തായിരിക്കും എവിടെയാണ് നോക്കി കളിക്കേണ്ടത്. അതായത് 7 to 14 ഓവേഴ്സാണ് കൂടുതൽ വിക്കറ്റ് പോകാറുള്ളത്. അവിടെ കുറച്ച് വിക്കറ്റ് കൺസീഡ് ചെയ്യുന്ന ടീം ഇവിടെ ജയിച്ചിട്ടുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്താണെങ്കിൽ 1 വിക്കറ്റും ഇപ്പുറത്താണെങ്കിൽ 4 or 5 വിക്കറ്റും ബാംഗ്ലൂരിന് നഷ്ടപ്പെട്ടു. അവിടെ തന്നെ നമുക്ക് ക്ലിയർ ഡിഫറൻസ് കാണാം. എന്തുകൊണ്ട് തോറ്റു എന്ന് കൂടുതൽ പരിശോധിക്കേണ്ട കാര്യമില്ല. അതിലും ഉപരി എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ദേവദത്ത് പടിക്കൽ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ്റെ ഇൻറ്റൻറ്റ് ഇതല്ല വേണ്ടത്. 136 സ്ട്രൈക്ക് റേറ്റിലാണ് പുള്ളി ഇത്രയും ബോൾ കൺസീഡ് ചെയ്തത്. ഈ ഒരു 215 അല്ലെ 210+ എന്നുള്ള റണ്ണ് സ്കോർ ചെയ്ത് അല്ലെ ചേസ് ചെയ്ത് പോകുമ്പം ആ ഒരു ഇൻറ്റൻറ്റ് കളിച്ചാൽ എങ്ങും എത്തത്തില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ദേവദത്ത് അതെല്ലാം പടിക്കൽ ഇത്രയും നാൾ ഇങ്ങനെയല്ല കളിച്ചത്. സോൾട്ടിന്റെ സ്റ്റാർട്ടുമായിട്ട് ബന്ധമുണ്ട് ഇതിനെല്ലാം. അതെ 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 കാരണം ദേവദത്ത് പടിക്കൽ നാച്ചുറലി ഒരു ഇന്റന്റ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ അല്ലേ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി പുള്ളി ഒരു നോർമൽ ഒരു ODI ബാറ്റ്സ്മാൻ സ്റ്റൈലുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സോൾട്ടിന്റെ സ്റ്റാർട്ടൊക്കെ കിട്ടുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ദേവദത്ത് പടിക്കലിന് വന്ന് അടിക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പെട്ടെന്ന് ക്വിക്കായിട്ട് 2 വിക്കറ്റ് പോയപ്പോഴത്തേക്ക് മറ്റേ പഴയ DNA കയറി വന്നു. അപ്പോഴത്തേക്ക് കുറച്ച് സ്ലോ ആയിപ്പോയി. അതേസമയം രജത് പട്ടീദർ അതിന് നേരെ കോൺട്രാസ്റ്റിലായിട്ട് നിന്ന് കളിച്ചത്. രജത് ഭംഗിയായി പടിദാർ അടിച്ച ആണെങ്കിൽ ഇന്ന് സിക്സൊക്കെ ഈഗോ റേഞ്ചിൽ. ഹേർട്ടായി. രജത് പടിദാറിന്റെ ഈഗോ ഹേർട്ടായി. ആ 140-150 വന്ന ബോൾ മുഖത്ത് കൊള്ളേണ്ട ഒരു ബോളായിരുന്നു. അത് ബാറ്റ് കൊണ്ട് ടാക്കിൾ ചെയ്തപ്പോഴത്തേക്കിന് പുള്ളിയുടെ ബാറ്റ് ഷേക്കായി, ലൈക്ക് മുഖത്തെറിഞ്ഞു എന്നുള്ളൊരു ആ ഒരു ഈഗോ ഹേർട്ടായി നമുക്ക് അപ്പം തന്നെ കണ്ടാലറിയാം. അവിടെ മുതൽ രജത് പടിദാർ അടി തുടങ്ങി. അതുവരെ തീ ഈ ആയി. മയാങ്ക് യാദവിന്റെ 140-150+ ബോൾ റെസ്പെക്ട് ചെയ്തിരുന്ന ആള് അവിടെ മുതൽ ഒരു 6ന്റെ മഴ തന്നെ തുടങ്ങി വെച്ചിരുന്നു. അത് എടുത്ത് പറഞ്ഞത് ലൈക്ക് വെരി ഗുഡ് ഇന്നിങ്സ് ആയിരുന്നു, ലൈക്ക് വെൽ കാൽക്കുലേറ്റഡ് ഇന്ത്യൻ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പുള്ളിയെ കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അവിടെയാണ് ബ്രേക്ക് ത്രൂ. നമ്മുടെ ഈ LSGക്ക് ഇത്രയും നല്ലൊരു ഒരു വജ്രായുധങ്ങൾ, എത്ര വജ്രായുധങ്ങളെ കയ്യിലിരിക്കുന്നത്. പ്രിൻസ് യാദവ് എന്ന് പറഞ്ഞൊരു മാച്ച് വിന്നർ ഷമി. യാദവ് പ്രിൻസ് യാദവ് ഇന്ന് വിരാട് കോഹ്ലി വിക്കറ്റ് എടുത്തത് അന്യമായിട്ടുള്ള ഒരു ബോള്, എക്സ്ട്രാ ഓർഡിനറി ബോള്. വിരാട് കോഹ്ലി എപ്പോഴത്തെ പോലെ മറ്റേ വിക്കറ്റ് പോകുമ്പോൾ ഉള്ള അന്തം വിട്ട ഒരു മുഖഭാവം വീണ്ടും കാണാൻ സാധിച്ചു കുറെ നാൾക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ. എന്ത് പറ്റി, എനിക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ബോള് അത് പോരാഞ്ഞിട്ട് വന്നിട്ട് പുള്ളി വന്നിട്ട് ദേവദത്ത് പടിക്കലിനെയും ഈ ജിതേഷ് ശർമ്മയും കൂടെ ഓരോ ഓവറിലും കൂടെ എടുത്തപ്പോഴത്തെ അവിടെയാണ് സത്യം പറഞ്ഞ ബ്രേക്ക്. ആ ഒരു പാർട്ണർഷിപ്പ് വേണമെങ്കിൽ കളി ഏൽപ്പിച്ചേനെ RCB. ആ അതെ അതെ പാർട്ണർഷിപ്പ് അതെ ബ്രേക്ക് ചെയ്യാനും പറ്റി. അത് വാട്ട് എ മാച്ച് അത് വിന്നർ. അതെ അതെ ആ പ്രിൻസ് യാദവ് എന്ന് പറഞ്ഞ ബോളറിന്റെ ബോളിംഗ് മാത്രമല്ല, പുള്ളിയുടെ ഫീൽഡിങ്ങും എടുത്ത് പറയേണ്ട കാര്യമാണ്. ലൈക്ക് എന്നാ സൂപ്പർ ഫീൽഡറാണെന്നറിയാം. ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ കൂടെ വളർന്നു വന്നതാണ്, ഡൽഹിക്ക് വേണ്ടി കളിച്ച് മുന്നേറി വന്ന ഒരാളാണ്. പക്ഷേ എക്സെപ്ഷൻ ബോളിംഗ് എലോങ് വിത്ത് ഗൺ ഫീൽഡറാണ് പ്രിൻസ് യാദവ്. ലൈക്ക് നമ്മൾ ആദ്യമേ മുതൽ പ്രിൻസ് യാദവിനെ ഒരുപാട് ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ബോളറായി കഴിഞ്ഞു പ്രിൻസ് യാദവ് എന്ന് പറയുന്ന ആള്. ഈ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് പ്രോമിസിങ്. അതിന് പുറകെ വന്ന നമ്മൾ ജിതേഷ് ശർമ്മയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫെയിലിയർ. ജിതേഷ് ശർമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിൽ ജിതേഷ് ശർമ്മയുടെ ആവറേജ് എന്ന് പറയുന്നത് 8 ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അതെ, 105 ആണ്. 63 RCBയുടെ 64 വീക്ക് റണ്ണമാണ് ലിങ്ക്. ഇത്രയും കളിയിൽ കൂടി പുള്ളി ഇത്ര ഇന്നിങ്സിൽ നിന്ന് പുള്ളിയെ എടുത്തിരിക്കുന്നത്. 8 or 9 ഇന്നിങ്സിൽ നിന്ന് 63 റണ്ണാണ് എടുത്തിരിക്കുന്നത്. അതാണ് ആവറേജ് 8 എന്നുള്ള രീതിയിൽ. സ്ട്രൈക്ക് റേറ്റ് 195. വെരി 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 പുവർ പെർഫോമൻസ് ആണ് രജത് പടിദാറിന്റെ സൈഡിൽ നിന്ന് പറയുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട എനിക്ക് കാര്യം കൊണ്ടാണ് ആ മിഡിൽ ഓർഡർ ഷ്രിങ്കായി പോവുകയും ഡയറക്റ്റ് കളി ശരിക്കും ഇപ്പൊ ഓപ്പണിങ്ങിൽ നിന്ന് അല്ലെ ടോപ്പ് ഓർഡറിൽ നിന്ന് നേരെ ഷിഫ്റ്റായി ഫിനിഷിംഗ് ലൈനപ്പിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാര്യം ആ ഒരു പ്രശ്നം തന്നെയാണ്. എനിക്ക് ഓരോ പ്രാവശ്യം ജിതേഷ് ശർമ്മ ഔട്ട് ആകുമ്പോഴും ആ ഇന്റർവ്യൂ ഓർമ്മ വരുന്നത്. ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവണമെന്ന് പറഞ്ഞ് ഇതുപോലെ ബാക്ക്ലാഷ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ ഇല്ല. ഈ സീസണിൽ എജാതി ത്രോളാണ് പുള്ളിക്ക് കിട്ടുന്നത്. ഓരോ കളി ഔട്ടായി പോവാണ്. ടോപ്പ് ഓർഡർ ഇതായി കൊളാപ്സ് ആയി, ഇനി കളിക്കുന്ന പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. RCBയുടെ ഒരു വീക്ക് ലിങ്ക് ആണ് ഈ ഒരു സീസണിൽ ജിതേഷ് ശർമ്മ. അതുപോലെ തന്നെ അതെ അതെ രസിക് ദാർ പാച്ചസിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ രസിക് ദാർ ബോളിങ്ങിൽ അതുപോലെ തന്നെ ഒരു ഉള്ളതിൽ ബ്രേക്ക് അവർക്കുള്ളത് വെച്ച് ഒരു ത്രൂ ഒരു വീക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആയിട്ട് റസിദാർ ആണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കളിയുള്ളൂ മോശമായിട്ട് എറിഞ്ഞത്. ബാക്കി എല്ലാ കളികളും ക്രൂഷ്യൽ സമയത്ത് വന്ന് ബ്രേക്ക് ത്രൂ കൊടുക്കുകയും ഭയങ്കര വേരിയേഷൻസ് വരുത്തുകയും ചെയ്യും. അതിൽ നിന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുവർ പെർഫോമൻസ്, ലൈക്ക് 8 ആണ് ആവറേജ് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ എന്ത് മോശമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൽ കൂടുതലുണ്ട് ആവറേജ് ഭുവനേശ്വർ കുമാറിന്, അറിയുമോ ഈ സീസണിൽ? അതിൽ കൂടുതലാണ് ആവറേജ് ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ്റെ. അപ്പം അതിനുശേഷം ഇതിനൊരു വന്ന സൊല്യൂഷൻ എന്താണ് RCBക്ക്? RCBയുടെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് അവസാനം പറയാം. നമുക്ക് ശരി, അതിനുശേഷം വന്ന ടിം ഡേവിഡ് ഭയങ്കര ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ടായിരുന്നു കൊടുത്തത്. ആ 17 ബോളിൽ 40 റൺ എന്ന് പറയുന്നത് 40. വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിപ്പോയി. ആ ക്യാച്ച് എടുത്തില്ലായിരുന്നു എങ്കിൽ ടിം ഡേവിഡ് ഒരു ഓവറെങ്കിലും ബാക്കി നിൽക്കെ കളി ജയിപ്പിച്ചിട്ട് കയറി പോയതിനെ വരുന്നു.
അപ്പോൾ അത് ടീം ഡേവിഡിന് ഒരു രീതിയിൽ അവർക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു രീതിയിലെത്തിയപ്പോഴാണ് ബൈ ചാൻസ് ഒരു അൺഓർത്തഡോക്സ് ഷോട്ടിന് പോയി ബൈ ഔട്ടായി ചാൻസ് എന്ന് തന്നെ കയറിപ്പോയത്. പറയാം. കാര്യം ഒരിക്കൽ ഒരു രീതിയിൽ ഞാൻ ഇന്നുവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യാത്ത ഒരു ബോളറാണ്, അല്ലെങ്കിൽ ഒരു ആസ് എ പ്ലെയർ ആണ് ഷഹബാസ് അഹമ്മദ്. ഷഹബാസ് അഹമ്മദ് വന്ന് 2 ക്രൂഷ്യൽ വിക്കറ്റ് എടുത്തുകൊണ്ട് പോയി. ഒന്ന് ടിം ഡേവിഡിന്റെയും അത് പട്ടിത്തറിന്റെയും. അത് വലിയ അതേ കൂട്ട് അത്ഭുതമായിട്ട് തന്നെ തോന്നി. കുറച്ച് കറക്റ്റ് ബ്രോ പറഞ്ഞ വളരെ ശരിയാണ്. കുറച്ച് കാണുന്നതല്ല, എനിക്കിതുവരെ ഇമ്പ്രസീവായിട്ട് ഇത്രയും നാളായിട്ട് IPL കളിക്കുന്നു, RCB കൊണ്ട് കളിച്ചിട്ടുണ്ട്, പല പല ടീമുകൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് വന്നിട്ട് എടുത്ത 2 ക്രൂഷ്യൽ വിക്കറ്റാണ്, പ്രത്യേകിച്ച് ടിം ഡേവിഡിന്റെ ആ ക്യാച്ച് ക്രൂഷ്യൽ വിക്കറ്റിലുപരി ലെഫ്റ്റ് ഹാൻഡറായ കൃണാൽ പാണ്ഡ്യയുടെ അടുത്ത് 7 ബോൾ എറിഞ്ഞു, 6 റണ്ണ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. മനസ്സിലായി, കൃണാൽ പാണ്ഡ്യ ആദ്യത്തെ 10 പന്തിൽ 9 റണ്ണുമായിട്ട് നിന്ന് പോയി, സ്റ്റക്കായിപ്പോയി. അതിൽ 7 പന്തിൽ നിന്നത് ഷഹബാസ് അഹമ്മദിന്റെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ട് പോലും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെയാണ് ബാംഗ്ലൂരിനെ ടോട്ടലി ലെറ്റ് ഡൗൺ ആക്കിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഇനിഷ്യൽ ഇന്റന്റ് കൃണാൽ പാണ്ഡ്യയുടെ സൈഡിൽ നിന്നും ഉണ്ടായില്ല. പിന്നെ അതിനുശേഷം വന്ന ഷെപ്പേർഡിനെ വിട്ടില്ല. ഷെപ്പേർഡിനെ അപ്പോഴും വിടത്തില്ല. ഷെപ്പേർഡ് ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഷെപ്പേർഡിനെ നേരത്തെ എക്സ്പ്ലോസ് ചെയ്യത്തില്ല, ഇതിന് മുമ്പുള്ള കളികളും അത് ചെയ്തിട്ടില്ല. പക്ഷേ ഷെപ്പേർഡ് വന്നിട്ട് പോലും ഒരു ഫുൾ ടോസ് മിസ് ചെയ്തു. അതും ഒരു വലിയൊരു ഇമ്പാക്റ്റായി. പിന്നെ ലാസ്റ്റ് ഓവറിലും സെക്കൻഡ് ലാസ്റ്റ് ഓവറിന്റെ ഫസ്റ്റ് ബോൾ ഫുൾ ടോസ് ആയിരുന്നു, അത് മിസ്സായി. ലാസ്റ്റ് ഓവർ തന്നെ ദിഗ്വേഷ് ഷാട്ടിയുടെ ഗൂഗിളി പിക്ക് ചെയ്യാൻ വിട്ടുപോയി, ലൈക്ക് പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ലാതായി. അതെ അതെ. പിന്നെ ഒരെണ്ണം കണക്ട് ആയത് തന്നെ ഇൻസൈഡ് എഡ്ജ് ചെയ്താണ് പോയത്. ആ 2 ബോളും മര്യാദയ്ക്ക് കണക്ട് ആയതല്ല. ബോഡി ലൈനിലാണ് എറിഞ്ഞോണ്ടിരുന്നത് അകത്തേക്ക് തന്നെ. അതായത് റൊമാനോ ഷെപ്പേർഡിന് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റൂം കൊടുക്കാത്ത രീതിയിൽ അകത്തേക്ക് ബോഡി ലൈനിൽ തന്നെ എറിഞ്ഞോണ്ടിരുന്നത്, ഗൂഗിളിൽ തന്നെ എറിഞ്ഞോണ്ടിരുന്നത്. 4 അടിച്ച ബോളും അതേപോലെ തന്നെ എറിഞ്ഞത്, അതും കണക്ട് ആയില്ല. കണക്ട് ആവാതെയാണ് 4 പോയത്. അതെ 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 അതെ. അപ്പൊ ആ ഒരു ഓവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ദിഗ്വേഷ് ഷാത്തി. ആദ്യം ഫസ്റ്റ് ഓവറിലൊക്കെ അടി നല്ല രീതിയിൽ കിട്ടിയിരുന്നു, പട്ടിത്തറിന്റെ നിന്നൊക്കെ നല്ല രീതിയിൽ അടി കിട്ടിയിരുന്നു. പക്ഷെ ഫൈനൽ പുള്ളി 50 റണ്ണ് കൊടുത്തെങ്കിൽ പോലും വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ലാസ്റ്റ് ഓവർ എടുത്തു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതെ അതെ. അല്ല, വേറെ ഓപ്ഷനില്ല. ഒന്നെങ്കിൽ പുള്ളി എറിയണം, അല്ലെ ഷഹബാസ് അഹമ്മദ് എറിയണം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ LSG ബോളിംഗിൽ ഇതുപോലെ മാങ്ക് യാദവിനെ ഇന്ന് കളിപ്പിച്ചു. മോഷിൻ ഖാൻ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ് ഇഞ്ചുറിയാണ്. ഓഫ് എന്റെ പൊന്നെ, ഇവന് ഇഞ്ചുറി മാറിയിട്ട് ഉള്ളൊരു ഇതിലല്ല. എനിക്കറിയില്ല ഇഞ്ചുറി ആണെന്നുള്ളത്. ആൻഡ് നമ്മുടെ മറ്റേ പുള്ളിക്കാരനെ മാറ്റി. അതാണ് നമ്മുടെ ഹെൽമെറ്റ് എടുത്തറിയുന്നത്, ആവേശ് ഖാനെ ഇന്ന് കളിപ്പിച്ചില്ല. അങ്ങനെ ഓരോ മാച്ചിലും ഇങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഇന്ന് കളി ജയിച്ചു, എന്തായാലും കളി ജയിച്ചു. പിന്നെ അതും പ്രത്യേകിച്ച് കണ്ടിന്യൂസ്ലി 8 കളിയിൽ ലക്നൌവിൽ തോറ്റതിന് ശേഷം ആ ഒരു ഷഫിള് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് LSG പുറത്ത് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, വലിയൊരു ചേഞ്ചസ് ഇനിയും വരുന്ന RCB ലൈനപ്പിൽ ഉണ്ടാവും. വലിയ കുറേ ചേഞ്ചസ് ഉണ്ടാവും. എൻ്റെ കാഴ്ചപ്പാടിൽ ബത്തലും പുറത്തു പോവും, ജിതേഷ് ശർമ്മയും പുറത്തു പോവും. ബത്തലിന് പകരം വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനായിട്ടുള്ള കോക്സ് അകത്തേക്ക് വരും. ജിതേഷ് ശർമ്മയ്ക്ക് പകരം മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായിട്ടുള്ള വെങ്കടേഷ് അയ്യരും അകത്തേക്ക് വരും. അപ്പോൾ വെങ്കടേഷ് അയ്യർ മിഡിൽ ഓർഡറിൽ കളിക്കും. കോക്സ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണോ? അല്ല, കോക്സ് മിഡിൽ ഓർഡറാണ്. അപ്പോൾ വെങ്കടേഷ് അയ്യർ ടോപ്പ് ഓർഡർ കളിക്കും. ദേവദത്ത് പടിക്കൽ, കോഹ്ലി ഓപ്പണിംഗ്, 1 ഡൗൺ വെങ്കടേഷ് അയ്യർ, സെക്കൻഡ് കോക്സ്, അല്ലെങ്കിൽ തേർഡ് പടിത്തർ. അത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. പടിക്കലിന് ആ ഒരു രീതിയിലുള്ള ഇമ്പാക്ട് കൊടുക്കാൻ ഫിൽ സോൾട്ടന്റെ വിടവ് നികത്താനായിട്ട് ആർക്കും പറ്റത്തില്ല. പടിക്കൽ ഓപ്പൺ ചെയ്താലൊന്നും അത് പടിക്കലും കോഹ്ലിയും കൂടെ ആകുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത്. പടിക്കലും കോഹ്ലിയുടെ ഈ കണ്ടിന്യൂസ്ലി ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. 2022-23 സീസൺ ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം ആ ഒരു വിടവ് നടത്താനാകെ പറ്റിയൊരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ആ ടീമിൽ ഇപ്പോൾ ദേവദത്ത് പടിക്കലേ ഉള്ളൂ. പുതിയതായിട്ട് വരുന്ന വെങ്കടേഷ് അയ്യറിനെ കൊണ്ട് ഓപ്പണിംഗ്, വെങ്കടേഷ് അയ്യർ കേൾക്കാറിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ്ലി ഇന്ന് ഓപ്പണിംഗ് സ്ലോട്ടൊക്കെ കേൾക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കോക്സ് ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പല ടീമുകൾക്ക് വേണ്ടി. പക്ഷേ പുള്ളി ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ, ഓപ്പണർ അല്ല. പുള്ളിയുടെ കയ്യിൽ എല്ലാ തരം റേഞ്ച് ഹിറ്റിങ്ങും ഉണ്ട്, എല്ലാ തരം ഷോട്ട്സും ഉണ്ട്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന തൊട്ട് ജിതേഷ് ശർമ്മ കളിച്ച അതേ പൊസിഷൻ തന്നെ ആയിരിക്കും ഈ കോക്സ് വരാൻ പോകുന്നത്. വെങ്കടേഷ് അയ്യർ, പടിതാർ, കോക്സ് എന്നുള്ള രീതിയിലായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. ഇനിയെങ്കിലും ആ ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ സെയിം ടീം റിപ്പീറ്റഡ്ലി
തോക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്നും ഒരേ മിസ്റ്റേക്സാണ് ഇവർ ഇത്രയും കണ്ടിന്യൂസ്ലി മിസ്റ്റേക്സ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പറഞ്ഞൊരു തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല. ആ മിഡിൽ ഓർഡർ തിന്നായി കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഓർഡർ 104 മുതൽ അതിനകത്ത് 112 വരെ എടുക്കുന്നതിനിടയ്ക്ക് 4 വിക്കറ്റ് അവരാണ് പോകുന്നത്. മനസ്സിലായി. അതായത് മിഡിൽ ഓർഡറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് അത് പറയുന്നത് 8 അത്ര റണ്ണാണ്. ഈസി അല്ല ആ ഡിസിഷൻ ആർ സി ബിയെ സംബന്ധിച്ച് അത്ര ഈസി അല്ല. കാരണം കഴിഞ്ഞ സീസൺ തൊട്ട് ഇങ്ങോട്ട് കളിച്ചു വരുന്ന ഒരു കോമ്പിനേഷനാണ്. അതിന് ഇപ്പൊ അഥവാ ബ്രേക്ക് ചെയ്തിട്ട് ഒരു വിക്ടറി കിട്ടില്ലെങ്കിൽ ഇവർ മൊത്തത്തിൽ ഒരു ഡൗൺ ആയിപ്പോ. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്ത് ബ്രോ പറഞ്ഞ പോലെ കോക്സിനെ കൊണ്ടുവന്നു, വെങ്കടേഷ് അയ്യറിനെ കൊണ്ടുവന്നിട്ട് ഒരു കളി തോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഒരു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും. അതുകൊണ്ട് ആ ബ്രോ പറഞ്ഞത് ശരിയാണ്, എടുക്കേണ്ട ഡിസിഷനാണ്. പക്ഷെ അത് വളരെ ആലോചിച്ച് മാത്രമേ ആർ സി ബി എടുക്കത്തുള്ളൂ തീർച്ചയായിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടാനും ഒരു പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇല്ല, അത് ഇത്ര വിന്നിംഗ് അലാമിംഗ് ആണ്. കോമ്പിനേഷൻ ആണ് എടുക്കേണ്ട ഇത്ര. സമയം കഴിഞ്ഞു രണ്ടുപേർക്കും. ഇപ്പം പഠിക്കലിനെ സോറി ബെത്തലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം ഫിംഗർ ഇഞ്ചുറി ആയി, ഒരു ഡിസ്ലൊക്കേഷനും അതേ കൂട്ട് തന്നെ ഒരു കട്ടും ഉണ്ടായി, ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു ഫാക്ടറാണ്. അടുത്ത കളി കളിക്കുമല്ലേ, അടുത്ത കളിക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ല. 10-ാം തീയതിയാണ്, ഞായറാഴ്ച മറ്റുമാണ് അടുത്ത കളി എന്നുള്ളത് കൊണ്ടും. പിന്നെ ഒരു ഓപ്ഷൻ ഫോറിൻ സ്ലോട്ട് എന്ന് പറയുന്ന കോക്സ് ആണ്. അവർ ഡർഫി എടുക്കത്തില്ല. കാരണം ഡർഫി എടുക്കാത്തത് ഈ കോച്ചിന്റെ ഒരു സ്റ്റൈൽ അനുസരിച്ചാണെങ്കിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു കോച്ചാണ്. ലൈക്ക് ബോളിംഗ് വെറൈറ്റി. ഹെയ്സൽവുഡും ഡർഫിയും തമ്മിൽ ഒരു ചേഞ്ചും ഇല്ല. രണ്ടുപേരും ചേട്ടനും അനിയനുമാണ്. സെയിം തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാരണവശാൽ ലൈക്ക് ഡർഫിയും കൂടെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ പവർ പ്ലേയിൽ എറിയാനുള്ള ബോളർ ആവത്തേ ഉള്ളൂ. മിഡിൽ ഓർഡർ എറിയാനുള്ള ഒരു ബോളർ ആവത്തില്ല, അല്ലെങ്കിൽ ഫിനിഷിങ് എറിയാനുള്ളൊരു ബോളർ ആവത്തില്ല എന്നതുകൊണ്ട് ആ ചേഞ്ച് ഉണ്ടാകത്തില്ല. പക്ഷേ നുവാൻ തുഷാര ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിന്തിച്ചു പോയതിനെ അങ്ങനെ ഒരു മാറ്റം വന്നേക്കാമോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇപ്പം ഈ റൊമാരിയോ ഷെപ്പോർട്ട് കൊടുക്കുന്ന 1-2 ഓവർ വെങ്കടേഷ് അയ്യറിനെ കൊണ്ട് കൊടുക്കാൻ പറ്റും. വെങ്കടേഷ് അയ്യർ നല്ലൊരു ബോളർ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ദേവദത്ത് പടിക്കൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇപ്പോഴത്തെ കറണ്ട് ഫോം അനുസരിച്ച് ഫിലിപ്പ് സോൾട്ടിൻ്റെ വിടവ് ഒരു പകുതി വരെ നികത്താൻ പറ്റും. അപ്പോൾ ഈ 1 ഡൗൺ വരുന്ന അതിനകത്തൊരു ഒരു കാര്യം ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളൊരു നിലയിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ബാലൻസും ഇനി ഒരു പരിധി വരെ കവർ ചെയ്യാനും പറ്റും. വെങ്കടേഷ് അഡീഷൻ കൊണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ബെത്തൽ വേൾഡ് കപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു അന്യായ ഫോമിലായിരുന്നു. അപ്പോൾ അവിടെ ടീമുകൾ എടുക്കുന്ന ഡിസിഷൻ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ബെത്തൽ അന്യായ ഫോമിലുള്ളപ്പോഴേ ഈ സീസൺ തുടങ്ങുന്നത്. അപ്പോൾ ബെത്തലിനെ കളിപ്പിച്ചില്ല, അതിന് പകരം സോൾട്ട് അപ്പോൾ ഫോം ഔട്ടായി നിൽക്കുന്ന സമയമാണ്. എന്നിട്ട് സോൾട്ടിനെ കളിപ്പിച്ചു. പക്ഷെ അതിനകത്ത് അവരെ കുറ്റം പറയല്ല. പക്ഷെ അതെ, അങ്ങനെ ലേറ്റ് അവർക്ക് എൻഡിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അതെ, ലേറ്റ് എൻഡിൽ സോൾട്ട് നല്ല ഇന്നിങ്സുകളാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പരിക്ക് അല്ല, പറ്റിപ്പോയത്. ആ സോൾട്ട് സമയത്ത് ഒരു തുടങ്ങുന്ന സമയത്ത് വേൾഡ് ആ കപ്പിൽ നിന്ന് വരുമ്പോൾ അതെ. വേൾഡ് കപ്പിൽ നിന്നുള്ള ഫോമാണ് പറയുന്നത്. വേൾഡ് കപ്പിൽ നിന്ന് ബെത്തൽ നല്ല ഫോമിലും സോൾട്ട് ഫോം ഇല്ലാതെയാണ് വരുന്നത്. പക്ഷെ കളിപ്പിച്ചത് ഇവർ കഴിഞ്ഞ സീസണിലെ കോമ്പിനേഷൻ വെച്ച് സോൾട്ടിനാണ്. ഇപ്പോൾ ലേറ്റർ ഹാഫ് എത്തിയപ്പോഴത്തേക്ക് സോൾട്ടിന്റെ കാര്യത്തിൽ പരിക്ക്, ഫീൽഡിംഗ് ഒക്കെ അന്യായമായിരുന്നല്ലോ. അപ്പോൾ പരിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ സോൾട്ടും ഇതായി ബെത്തലിനുള്ള ആ ഒരു കുറച്ച് റസ്റ്റി ആയി പോവുകയും ചെയ്തു എന്ന് തോന്നുന്നു. എന്തായാലും ടീമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വെറുതെ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇനി ആർ സി ബിക്ക് മുമ്പോട്ടുള്ള മാച്ചസ് അടുത്ത മുംബൈ ആയിട്ടാണ്. മുംബൈ ഒന്നും ഇല്ലാത്തൊരു ടീമാണ്. അത് കഴിഞ്ഞിട്ട് KKR ആയിട്ടാണ്, വീണ്ടും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു ടീം. അത് കഴിഞ്ഞിട്ട് 2 ഘടിയന്മാരായിട്ടുള്ള 2 ടീമാണ്, പഞ്ചാബും പഞ്ചാബ് SRH. ആ അപ്പോൾ 4 മാച്ചും ടഫാണ്, ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. LSG മറു സൈഡിൽ LSG ആണെന്നുണ്ടെങ്കിൽ അടുത്ത 2 മാച്ച് തന്നെ CSK 2 മാച്ച് CSK ഇട്ട് പണി കൊടുക്കാനുള്ള അവസരമാണ്. CSK പണി മിക്കവാറും ഏതെങ്കിലും ഒരു കളിയെങ്കിലും CSK പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പണി കിട്ടും. അത് കഴിഞ്ഞിട്ട് RR ആണ്, അത് കഴിഞ്ഞിട്ട് പഞ്ചാബാണ്. അപ്പോൾ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കാനുള്ള അവസരം LSGക്കും ഉണ്ട്. അവരത് വിനിയോഗിക്കുകയാണെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. മൊത്തത്തിൽ ടേബിൾ കീഴ്മേ മറിയുന്ന വലിയ സംഭവം. വലിയ ആരെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ട് ഉണ്ടാവാൻ കയറി. ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചു ഓക്കെ ടേബിൾ ഏറെക്കുറെ ലോക്ക്ഡ് ആയി, ഈ പ്ലേയിങ് ഫോർ ലൈക്ക് ഈ ടോപ്പ് 4 തന്നെ ആയിരിക്കും ക്യാരി ഫോർവേഡ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഒരു മിഡിൽ ഫേസ് എത്തിയപ്പോൾ, ഒരു ബിസിനസ് എൻഡിലേക്ക് ടൂർണമെന്റ് എത്തിയപ്പോഴത്തേക്കിന് കംപ്ലീറ്റ്ലി തലകുത്തനെ മറിയുന്ന രീതിയിലാണ്. ഇപ്പം ആർക്കും കയറി പോകാം എന്നുള്ള രീതിയിൽ എത്തി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കയോസ് ഉണ്ടാവണം, പ്രോബ്ലംസ് ഉണ്ടായി ഇങ്ങനെ മാറി മറിയുമ്പോഴാണല്ലോ നമുക്കൊരു രസം ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ ഫാൻഡം എന്നുള്ള പരിപാടിയിൽ നിന്ന് ഏകദേശം ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തമ്മിലടി കാണണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് കാണണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ മാച്ചിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വേറെ പെർഫോമൻസ് എന്തെങ്കിലും? കൃണാൽ പാണ്ഡ്യയുടെ ബോളിംഗ് പെർഫോമൻസ് നല്ലതായിരുന്നു. ഇന്ന് അതുപോലെ ഫീൽഡിംഗ് തന്നെ ഭുവനേശ്വർ RCBയുടെ കുമാറിന്റെ ഭയങ്കര മോശമായിരുന്നു. രണ്ട് ക്യാച്ചസ് ഹാഫ് ഡ്രോപ്പ് ചാൻസ് ചെയ്തു, വിട്ടു. അതെ, ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തു. ദേവദത്ത് പടിക്കൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, കൃണാൽ പാണ്ഡ്യ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ബെത്തൻ്റെ ഒരു അത് ക്യാച്ച് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതായില്ല. പക്ഷെ അതിനെ ക്യാച്ച് എന്ന രീതിയിൽ കൂട്ടണ്ട.
പക്ഷെ എന്നിരുന്നാൽ തന്നെയും ബാംഗ്ലൂരിന് ആ ഒരു ഇന്ത്യൻ്റെ അവരുടെ ഫീൽഡിൽ തന്നെ ഇന്ന് ഒരുപാട് മിസ്സിംഗ് ആയിട്ട് തോന്നി. സോ അതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ ഈ ഒരു മാച്ചിന്റെ കാര്യത്തിൽ? പണി വരുന്നുണ്ട് അവറാച്ച. RCBക്ക് ആയാലും പഞ്ചാബിന് എല്ലാവർക്കും പണി വരുന്നുണ്ട്. പണി തരാനായിട്ട് താഴെയുള്ള ആൾക്കാർ റെഡി ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നാളത്തെ മാച്ച് ഏതാണ്? നാളെ സോറി, ഡൽഹി ഇന്നത്തെ മാച്ച് ഏതാണ്? KKR. ഡൽഹി കേൾക്കാം. അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണിഞ്ഞിട്ട് വലിയ വലിയ ശല്യമില്ല. കാര്യമില്ല. അപ്പോൾ ശല്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താതെ പോകരുത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും മുന്നോട്ടുള്ള ഒരു യാത്രയിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ ഞാനും അരുൺ ബ്രോയും ഒത്തുകൂടുന്നവരെ ബൈ.